സോറിടാ, പറ്റിപ്പോയതാ. അതിപ്പോൾ കഴിഞ്ഞിട്ട് 3 ദിവസമല്ലേ. ഞാൻ എത്ര സോറി പറഞ്ഞു. ഒന്ന് സംസാരിക്കേ. ഇനി ഒരിക്കലും ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. എൻ്റെ ഫോണിൻ്റെ ലോക്കൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. എനിക്ക് ക്ഷമിക്കണം, ഇതിൻ്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? നിങ്ങളെ മാത്രം വിശ്വസിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കണത്? ഈ തെറ്റ് ഞാൻ ചെയ്താണെങ്കിലോ നിങ്ങൾക്കത് പൊറുക്കാൻ പറ്റുമോ? എൻ്റെ കാര്യം വിട്, ആ കുഞ്ഞിനെങ്കിലും ഒന്ന് ആലോചിച്ചൂടായിരുന്നോ? ആ ഒരു വർക്ക് പ്രഷറിൽ ഞാൻ നിൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് എനിക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല സച്ചു. ഇനി ഒരിക്കലും ഞാൻ ചെയ്യുന്ന സച്ചു. ഒറ്റ പ്രാവശ്യം ക്ഷമിക്കേ. സാരമില്ല, ഇങ്ങനെ ചെയ്യാതിരുന്നാൽ മതി. താങ്ക് യു സച്ചു. ആ കിരണേ പറടാ. നിൻ്റെ പേര് കിരൺ ഞാൻ സേവ് ചെയ്തിട്ടത്. എൻ്റെ പൊന്നു മോളെ, അവളുടെ കൈയും കാലും പിടിച്ചിട്ടാണ് ഒന്ന് ഓക്കെ ആക്കിയത്. ഇനി കുറച്ച് ദിവസത്തേക്ക് വാട്സപ്പ് മെസ്സേജും കോളൊന്നും വേണ്ട കേട്ടോ. ഏട്ടാ ഓഫീസിൽ നിന്ന് കാണാലോ, പിന്നെ ലീവ് കിട്ടുമ്പോൾ. ഇല്ല അതൊന്നും കുഴപ്പമില്ല. എടാ ഒരു കുഞ്ഞൊക്കെ ആയതല്ലേ. നമ്മൾ ഭർത്താക്കന്മാർ എന്ത് തെറ്റായാലും ഈ ഭാര്യമാർ അതൊക്കെ അങ്ങ് ക്ഷമിക്കും. അതല്ലേ വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. ശരി ശരി. ആ ഒരിക്കൽ ചെയ്ത തെറ്റാണെങ്കിൽ അത് ക്ഷമിക്കാം. എന്നാൽ അത് ആവർത്തിക്കുന്നത് ഒരു തെറ്റല്ല, അതൊരു ശീലമാണ്. മാപ്പ് ചോദിച്ചുകൊണ്ട് വീണ്ടും വഞ്ചിക്കുന്നവർക്ക് സ്നേഹത്തേക്കാൾ വലുത് സ്വന്തം താല്പര്യങ്ങളാണ്. ഇത്തരം സ്വഭാവം ഒരിക്കലും മാറിയില്ലെങ്കിൽ തിരുത്തേണ്ടത് ആ ബന്ധത്തെയാണ്, അല്ലാതെ സ്വന്തം വിശ്വാസമല്ല. അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം